ഈ ആർട്ടൊക്കെ എവിടെയാണെന്നല്ലേ? കേരള ഗവൺമെന്റും ഹരിതകർമ്മ സേന ടീംസ് ചേർന്ന് കനകുന്ന് പാലസിൽ സെറ്റ് ചെയ്ത വൃത്തി എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതെ, ഇത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം തന്നെയാണ്. ആർട്ട് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഈ പ്രോഗ്രാമിന് പോവാതിരുന്നത് എങ്ങനെയാണ്? ഇത് കണ്ട കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതിയ ഈ വീഡിയോ. എൻട്രൻസിൽ വെച്ചേക്കുന്ന ഈ ആർട്ട് തന്നെ നോക്കി എന്തോരം ബോട്ടിൽസ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഫേസിലെല്ലാം ബോട്ടിൽസ് കട്ട് ചെയ്താ പേസ്റ്റ് ചെയ്തേക്കുന്നത്. എൻട്രൻസിലെ വേസ്റ്റ് ബിന്നും ബോട്ടിൽസും ഉണ്ടാണ്. ഇത് നോക്കിയാൽ വേണ്ടത്ര പ്ലാസ്റ്റിക് ബോട്ടിൽസും അതിന്റെ ക്യാപ്സും യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ് ഈ സംഭവം. നമ്മുടെ ഈ ഫിഷ് ഉണ്ടാക്കിയേക്കുന്ന പല കളേഴ്സിലുള്ള ബോട്ടിൽ ക്യാപ്സ് യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് നമ്മുടെ ഡ്രാഗൺ ആണ്. ഡ്രാഗണും പ്ലാസ്റ്റിക് കവേഴ്സും കൊണ്ടാണ്. കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ഈ മഷ്റൂം ആണ്. എല്ലാം പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അടുത്ത് നമ്മുടെ ബട്ടർഫ്ലൈ, ഇതും പ്ലാസ്റ്റിക് കവേഴ്സ് ആണ് യൂസ് ചെയ്തത്. ഈ ഒക്ടോപസിന് ഉണ്ടാക്കിയേക്കുന്ന നമ്മുടെ ഈ പാഴ്സൽ പാക്കറ്റ് ഇല്ലേ, ആ ഒരു സിൽവർ, അത് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കപ്സ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി പെർഫെക്ഷൻ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കളയുന്ന ടൈഡും കുർക്കുറെ കവറും അങ്ങനെയുള്ള എല്ലാ പ്ലാസ്റ്റിക്കും യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു പാമ്പിനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും വലിയ പാമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ ഇതുപോലെ പോകുന്ന വഴിക്കൊക്കെ ഓരോ ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം നമ്മുടെ ബോട്ടിൽസ് കളർ ചെയ്തിട്ട് ഇട്ടേക്കുക. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതും സെയിം സംഭവമാണ്. ഈ ബ്ലൂയിൽ സെറ്റ് ചെയ്ത കൊള്ളാല്ലേ, കളർഫുൾ ആയിട്ടുണ്ട്. ഇത് വീട്ടിലെ ഡിറ്റർജന്റ് ബോട്ടിൽസ്. ഈ ഒരു ഹാങ്ങിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബോട്ടിൽസും അതിനകത്ത് ഫിഷും. ഈ ഫിഷാണ്. ദെൻ കുറച്ച് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒക്കെ സ്റ്റിൽ മോഡൽസ് ആണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റിൽ മോഡൽസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സംഭവമാണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫീസ്. ഇവിടെ ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ ഒരു മോഡലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ദേ ഈ ഒരു തല ഉണ്ടാക്കിയേക്കുന്ന നമ്മുടെ വേസ്റ്റ് ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. എന്താല്ലേ, സെറ്റാണ്. ദെൻ ഓയിൽ ബോട്ടിലൊക്കെ ആനക്കുട്ടി. അടുത്ത നമ്മുടെ ഒരു എൻട്രൻസ് ആണ്. ഇവിടെയും കുറെ ഫിഷും സ്റ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപ്പ് വെച്ചിട്ട് ഇയർ. പ്ലാസ്റ്റിക് സ്പൂൺ എല്ലാം യൂസ് ചെയ്തിട്ട് ഫ്ലവറും കുറച്ച് കുഞ്ഞൻ ലേഡി ബേർഡ്സും. പിന്നെ നമ്മുടെ കലാരൂപമായ കഥകളിയുടേത് സെറ്റ് ചെയ്തേക്കുന്ന വേസ്റ്റ് ക്ലോത്ത് മെറ്റീരിയൽസും ഇതുപോലത്തെ ചകിരി ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഇത് സംഭവം കൊള്ളാൻ കേട്ടോ. ഒരു 3D എഫക്റ്റ് ആയിരുന്നു. മോഡേൺ ആയിട്ടുള്ള നമ്മുടെ റോബോട്ടും ഉണ്ട്. റോബോട്ടും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് നമ്മുടെ സിൽവർ പെയിന്റ് യൂസ് ചെയ്തിട്ട് ഒരു റോബോട്ട് സ്റ്റൈലാക്കി. നെക്സ്റ്റ് ചോളൻ ലീഫ് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവേഴ്സ്. പിന്നെ നമ്മുടെ ഒരു ആമക്കുട്ടൻ, പിള്ളേരുടെ ബാഗ്സും ഷൂ കവേഴ്സും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആമക്കുട്ടൻ. നെക്സ്റ്റ് ഓരോ കരകൗശല വസ്തുക്കളും എല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവം പൊളിയായിരുന്നു കേട്ടോ.